ഹലോ, നമ്മളിന്ന് ചീരപ്പേരിയാട്ടം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചീര കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളകാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 3 എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ ഉള്ളിയും മുളകും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത ഉള്ളി മുളകിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളറായ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ചീരയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചീരയില ഇടുകയാണ്. ചീരയില ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വയ്ക്കാം കേട്ടോ. അത് ആവിയിൽ കിടന്ന് വേവട്ടെ. വെന്തതിന് ശേഷം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒരു കപ്പിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. അതായത് മുട്ട നന്നായി മുരിഞ്ഞ് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ മുട്ട നന്നായി മുരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ മുട്ട നന്നായി മുരിയുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം മുട്ട നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ചീര ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം നമ്മുടെ വീഡിയോസിലൂടെ. ബൈ.